ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വന്നിക്കാണ്. അത് എവിടെയല്ലേ, നമ്മളെ കോഴിക്കോടിലെ TRM MPSലാണ് നമ്മൾ ഇന്ന് ഒറ്റയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി റൂമിൽ, നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ വന്നിട്ട് കുറച്ച് നേരമായി. ഫുഡ് കാര്യങ്ങളൊക്കെ കാണണ്ടായിരുന്നു, ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ച്. സോ കിടക്കണം എന്നാൽ നല്ല ക്ഷീണമുണ്ട്. സോ നമ്മൾ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വലിയ വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും ഇല്ലേനു. ജസ്റ്റ് ഇപ്പോൾ തോന്നി എന്തായാലും ഒരു വ്ളോഗാക്കി ഇടാതെ അവ അങ്ങനെ വ്ളോഗ് ചെയ്തിരുന്നട്ടോ. പിന്നെ എന്താ പറയുക, റൂമിൻ്റെ ഇവിടുത്തെ വ്യൂ ഞങ്ങൾ കാണിച്ചത് ഗൈസ്. അത്യാവശ്യം അടിപൊളി വ്യൂ തന്നെയായിരുന്നു. ബിക്കോസ് കോഴിക്കോട് മറ്റേ എന്താ പറയുക നമ്മളെ ഗോകുലമാളാണ് കാണുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല, ഗ്ലാസ്സുമ്പോൾ കുറച്ച് എന്തൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും രാത്രി കഴിച്ച സമയം ഒരു 1-2 മണി ആയിക്ക്. ഞങ്ങൾ ഉറങ്ങിയില്ല. ബിക്കോസ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് റൂമിലേക്ക് എത്തിയത്. എന്താ പറയുക, റൂമൊക്കെ ഉഷാറിന് തന്നെ അടിപൊളിയാണ്. പക്ഷേ അതൊന്നും പറയാനില്ല. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ 5 സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ സ്റ്റേ ഒക്കെ ഒറ്റയ്ക്ക്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോയിക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. സോ ഗൈസ്, ഇതാണ് നമ്മളെ റൂമുകളൊക്കെ വരുന്നത്. ടോയ്ലറ്റ് കാണിച്ചിട്ടാണ്. ടോയ്ലറ്റ്, പിന്നെ ഈ ബത്തപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ആർക്കും ആവശ്യമില്ലെങ്കിലും നമുക്ക് തീരെ ആവശ്യമില്ലാത്ത സാധനമാണ് ഇത്. ഇതുണ്ടോ അമ്മക്ക് ഉണ്ടോ ഇവിടെ കിടന്നിട്ട് അമ്മക്ക് അവിടെ കുളിക്കുന്ന ആളാണ്. ബിക്കോസ് അമ്മക്ക് യാതൊരു ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഇത്. ഞാൻ ഒറ്റക്കാണ്, അതുകൊണ്ട് ഇവിടെ ആരും കുളിയൊന്നും കാണാൻ അമ്മക്കില്ല. ഇങ്ങനത്തെ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ റൂം എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് പറഞ്ഞതാണ്, നമുക്ക് എന്തായാലും ആവശ്യമില്ല, നമുക്ക് താത്തിക്കാം. ഇപ്പോൾ തുറന്ന് നടന്ന് വെച്ചിട്ട് നമുക്ക് വലിയ ശീലമൊന്നുമില്ല, കാരണം നമ്മൾ ഒറ്റക്കാണ്. നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. നമുക്ക് ഇന്നെ തന്നെ ഇഷ്ടപ്പെട്ടു കിട്ടും. വേറെ ഒന്നുമില്ല, ലൈറ്റ് കൊണ്ടൊക്കെ എത്ര ഇത് അല്ലെങ്കിൽ നല്ല കുരുവൊക്കെ വന്നിട്ട് ആകെ സീയാണ്. ഓക്കെ, ഇതൊക്കെ ഇവിടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ വലിയ ഉപകാരമില്ല. കാരണം വെച്ചാൽ എനിക്ക് ചായ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. സോ ഞാൻ അവിടെ ഒഴിവാക്കിക്കണ്ടോ, വീട്ടിൽ വെള്ളം ഞാൻ തീർത്തേക്ക് ചായ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് റെഡി ആകുന്നില്ല. 2 വട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, 2 വട്ടം സംഭവം പരിപാടി ഫ്ലോപ്പായി. സോ ഈ 3-ാമത്തെ വട്ടം ഞാൻ ട്രൈ ചെയ്യാൻ നിന്നില്ല. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. പക്ഷെ ഇതാണ് നമ്മളെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അപ്പോൾ കടന്നിട്ട് എന്താക്കിയാണ് വീട് എടുക്കാലോ എന്നുള്ള മൈൻഡിൽ ഇതൊക്കെ കൂടി ഇപ്പോൾ തട്ടിക്കൂട്ടി റെഡിയാക്കി വെച്ചിട്ട് ഒന്നുകൂടി ഇരിക്കുന്നതാണ്. ഫുഡുണ്ട്, ഫുഡ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കാര്യം അറിയോ, ഒന്ന് കിടക്കട്ടെ. എന്നിട്ട് രാവിലെ സംഭവം എടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടില്ലാണെന്നൊക്കെയാണ് നമുക്ക് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമുക്ക് രാവിലെ ഇൻഷാ അല്ലാ ഒരു 7-7:30 നോക്കട്ടെ. എണീക്കോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആ ടൈമിൽ നമ്മൾ എണീക്കും തോന്നുന്നു ഇൻഷാ അല്ലാ. എന്നിട്ട് നമ്മൾ എന്താക്കാം, അപ്പോൾ രാവിലത്തെ ഫുഡ് കണക്കെ കാണിച്ചു തരാം. അപ്പോൾ ബൈ, പോയി കിടന്ന് തുടങ്ങട്ടെ കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ ഇതിനെന്തായിരിക്കും ടൈം കഴിഞ്ഞു പോയി. ഇത് എത്ര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം സംഭവം ഞാൻ ഇതിലൊക്കെ കണ്ടിരിക്കുന്നത്, റീലിലൊക്കെ കണ്ടിരിക്കുക. ഭയങ്കര മൂടായിരുന്നു. അപ്പോൾ 10:30 വരെ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയി, 11:15 ഞാൻ ഇപ്പോൾ ഫുഡ് എന്താക്കില്ല, വിളിച്ച് ഓർഡർ ചെയ്ത്. ഇപ്പോൾ റൂമിലേക്ക് വരിക കഴിഞ്ഞിട്ട് പൂളിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മളെ ചില്ലാക്കാം. അല്ലാണ്ട് രാവിലത്തെ ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ് അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ കിടന്നതിന് ചിക്കോല. ഞാൻ ഇപ്പോൾ എന്താ ഇത് നിങ്ങൾക്ക് മറ്റേ ഇത് കാണിച്ചു തരാം. നമ്മളെ കോഴിക്കോടിൻ്റെ വ്യൂ ഫ്രം ഹിയർ. കൂടാണ് നമ്മളെ ഫുഡൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, ഓർഡർ ചെയ്ത ഫ്രഷ് ജ്യൂസ്. സോ നമ്മളതാ ഫ്രീസറിലുണ്ട്. നദിച്ചല്ലോ ക്ഷണിച്ചു. മൂന്ന് സാൻഡ്വിച്ച് കിട്ടില്ല, ടേസ്റ്റ്. ഇവിടുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാം. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ കോഴിക്കോടും ഏത് മൂടില്ലേ. സോ ഗൈസ്, നമ്മൾ വന്നിട്ടില്ല, ഞങ്ങൾ പൂളിൻ്റെ അടുത്തേക്കാണ്. സോ ഇവിടെ പൂളില്ലേ
നമ്മൾ ഒന്ന് എന്താ പറയുക, ഇതൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് കയറ്റിയിട്ട് ആരുമില്ല നിലവിൽ. നമ്മളൊറ്റൊക്കെ ഉള്ളൂ, ഇന്നോടത്തെ ആൾക്കാരേ ഉള്ളൂ, വേറെ ആരുമില്ല. സോ നമ്മൾ ഫുള്ള് ഇതാക്കണം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ചാടി വെക്കാം. അപ്പോൾ കുളിച്ച് കയറിയിരിക്കുന്നത് റൂമിലേക്ക് പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്, ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, നമുക്ക് ബാഗ് അതാ പാക്ക് ചെയ്ത് വെച്ചിരിക്കും നമ്മളിവിടെ. സോ ഒക്കെ സെറ്റാണ്, നമ്മൾ ഇറങ്ങാണ്, നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ കുറച്ച് സാധനം എടുത്ത് വെക്കാണ്ട് ഒന്ന് എടുത്ത് വെച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം കയറ്റി ഇറങ്ങുന്നതാണ്. സോ അത് നല്ല സ്റ്റേനാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഫ്രണ്ട്സായിട്ടോ ആയിട്ടൊക്കെ ആയിട്ട് മീൻസ് നിങ്ങൾ വരണമെന്ന് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഒരു സ്റ്റേനാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ വെറുതെ കുറലൊക്കെ ഇരിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നോളി, എന്താ പറയാലോ, വേറെ എക്സ്പീരിയൻസ് ആണ്. ഒറ്റക്കൊക്കെ വന്ന് നിൽക്കുക, അതിൻ്റെ പോലത്തെ കുറച്ച് പിരാന്തം കേട്ടോ. ഒറ്റ വന്നിട്ട് ഒറ്റക്ക് വന്ന് നിൽക്കുക, വേറെ ഇതാണ് ഓക്കെയാണ്, വിഷയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡൗൺ ഫ്ലോറിലേക്ക് പോകണേ. അപ്പോൾ ഗൈസ് മറക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് ഇതാക്കാനൊന്നും മറക്കണ്ട. പിന്നെ യൂട്യൂബ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വരാമെന്നാണ് പറഞ്ഞത്, നമ്മൾ താഴേക്ക് പോയി വെക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വ്ളോഗായി നാളെ അല്ല ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ വരുന്നതാണ്.